വിവിധ രാജ്യങ്ങളിലെ ഈരാറ്റുപേട്ടക്കാരുടെ കൂട്ടായ്മയായ ഈരാറ്റുപേട്ട ഗ്ലോബൽ അസോസിയേഷൻ ഇജിഎയുടെ പ്രളയ ദുരിതാശ്വാസ സാമഗ്രികളുടെ വിതരണം തീക്കോയി മേസ്തിരിപ്പടി മദ്രസ ഹാളിൽ നടന്നു. തീക്കോയി, തലനാട് പഞ്ചായത്തുകളിൽ ദുരിതബാധിതർക്കാണ് 50 കിടക്കകളും തലയിണയും വിതരണം ചെയ്തത്. ചാമപ്പാറ മസ്ജിദിലേക്ക് നമസ്കാരപ്പായയും ഈരാറ്റുപേട്ട വൈറ്റ് ഗാർഡിന് സേഫ്റ്റി ഷൂസുകളും വിതരണം ചെയ്തു. ഈരാറ്റുപേട്ട നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി.പി. നാസർ ഉദ്ഘാടനം ചെയ്തു. ഇജിഎ ചീഫ് കോർഡിനേറ്റർ അബ്ദുൾ റൌഫ് നദ്വി അധ്യക്ഷത വഹിച്ചു. മേസ്തിരിപ്പടി മസ്ജിദ് ഇമാം അജ്നാസ് സഖാഫി, ചാമപ്പാറ മസ്ജിദ് ഇമാം അഫ്സൽ മദനി, തലനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആശാ റിജു എന്നിവർ സാമഗ്രികൾ ഏറ്റുവാങ്ങി. ആശാ റിജു, പഞ്ചായത്ത് അംഗങ്ങളായ ബഷീർ, ഷമീർ, മേസ്തിരിപ്പടി മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് സലീം യാക്കീരിൽ, ഇജിഎ ഭാരവാഹി കെ.എം. ജാഫർ ഈരാറ്റുപേട്ട എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ഇജിഎ ഭാരവാഹികളായ ഹുസൈൻ അമ്പഴത്തിനാൽ, സാജിദ് ഈരാറ്റുപേട്ട, റഷീദ് തെക്കേക്കര, നാസിം കോന്നച്ചാടത്ത്, നൂറുദ്ദീൻ, മേസ്തിരിപ്പടി മസ്ജിദ് സെക്രട്ടറി സിറാജ് തുടങ്ങിയവർ സംബന്ധിച്ചു. അവിനാഷ് മൂസ സ്വാഗതവും ഹസീബ് ജലാൽ നന്ദിയും പറഞ്ഞു. സാധാരണ ഒരു ദിവസം പോലെ ഒന്ന് കിടന്ന് രാവിലെ ഇരുട്ടിയപ്പോൾ പുലർച്ചയോട് കൂടിയിട്ട് അതിശക്തമായിട്ട് വെള്ളം കയറുകയും, മുമ്പ് ഒക്കെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിലും ഇത്തവണ പരിചയമില്ലാത്ത രൂപത്തിൽ പല വീടുകളും വെള്ളത്തിനടിയിലാവുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അതൊക്കെ ദൈവത്തിന്റെ ചില നടപടിക്രമം എന്ന നിലയ്ക്ക് അതിനെ നോക്കിക്കാണ് ദൈവത്തിന്റെ പരീക്ഷണം. ഭൂമിയിൽ ദൈവം പരീക്ഷിക്കപ്പെടും മനുഷ്യരും. അത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പരീക്ഷണത്തിന് വിധേയമാകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാധ്യതയാണ്, അവരുടെ ഔദാര്യമല്ല അത്തരം വേദികളിലേക്ക് കടന്നു വരിക എന്നുള്ളത്. നമ്മളൊക്കെ വിശ്വസിക്കുന്ന ദർശനവും നമ്മളോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ തന്നെയാണ്. ആവശ്യക്കാരന്റെ അല്ലെങ്കിൽ അത്യാവശ്യക്കാരന്റെ ആവശ്യം നിറവേറ്റുന്നിടത്താണ് എന്തെങ്കിലും മോക്ഷം കൊടുക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് നമുക്ക് നിലകൊള്ളുന്നത്. നമ്മുടെ നാടിനെ പിടിച്ചുലച്ച ഒരു വലിയ പരീക്ഷണത്തെ എങ്ങനെ അതിജീവിക്കാമെന്നുള്ള കഠിനമായ പ്രയത്നത്തിലും പരിശ്രമത്തിലുമാണ് നമ്മൾ കഴിയുന്നത്. ഇവിടെ ഞാൻ ഉൾപ്പെടെ ആ വെള്ളപ്പൊക്കത്തിന്റെ ഇരയാണ് എന്നത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ പ്രതിസന്ധിയില് നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെ നമ്മോട് ഒരുമിച്ച് നിർത്താനും അവർക്ക് നമ്മളാ കഴിയുന്ന സഹായം എത്തിക്കുക എന്നതുമാണ് നമ്മുടെ ഈ സംഗമത്തിന്റെ ഉദ്ദേശം. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈരാറ്റുപേട്ടയിൽ നിന്ന് വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന പ്രവാസികളായ ആൾക്കാരുടെ പ്രതിനിധികൾ എന്ന നിലയ്ക്കാണ് ഞങ്ങളുടെ എത്തിയിട്ടുള്ളത്. അവരാരും വലിയ സമ്പന്നരൊന്നും ആയിക്കൊള്ളണമെന്നില്ല. സാധാരണക്കാരും അല്ലാത്തവരുമൊക്കെ ഇതേ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവര് അവരുടെ നിത്യവരുമാനത്തിൽ നിന്ന് ഓഹരി ഇതേപോലുള്ള അവസരം അനുഭവിക്കുന്ന, വിഷമം അനുഭവിക്കുന്നവരുടെ കണ്ണീർ വീഴുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച സ്വരൂപിച്ച ഒരു തുകയിൽ നിന്നാണ് ഈ സഹായം സംഘടിപ്പിക്കാനും സ്വരൂപിക്കാനും ഇവിടെ നിങ്ങൾക്ക് എത്തിക്കാനും നിങ്ങൾക്ക് സാധിച്ചത്. അതിനൊരു ഏജന്റായി അതിന്റെ ഒരു ഘടകമായി നിലകൊള്ളാൻ കഴിഞ്ഞത് നിങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. നമുക്ക് ഒത്തൊരുമിച്ച് ഇത്തരം പരീക്ഷണങ്ങളെ നേരിടാം. ഇനിയും ഇതുപോലുള്ള പരീക്ഷണങ്ങൾ വരാതിരിക്കാൻ നമുക്ക് എല്ലാവരോട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വലിയ നഷ്ടങ്ങളാണ് സാധാരണ ഈരാറ്റുപേട്ടയ്ക്ക് വലിയ പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഈരാറ്റുപേട്ടയിലെ ആളുകൾ ഓടി വന്ന് അവരെയൊക്കെ സഹായിക്കുന്ന ഒരു പ്രവണത തുടക്കത്തിലേ ഉണ്ടായി. പക്ഷേ ഈരാറ്റുപേട്ടയുടെ ചരിത്രത്തിൽ ആദ്യമായി ഏതാണ്ട് 700-ലധികം വീടുകളിലും 500-ലധികം സ്ഥാപനങ്ങളുമായി വെള്ളം കയറി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെയുള്ള ജനപ്രതിനിധികളും അവിടെയുള്ള മറ്റു സംഘടനാ ഭാരവാഹികളും എല്ലാവരും ആ പ്രദേശത്ത് തമ്പടിക്കേണ്ട സാഹചര്യം ഉണ്ടായി. വലിയ ഒരു നഷ്ടത്തിലേക്കാണ് കടന്നു പോയത്.
പക്ഷെ ഒരാഴ്ച കൊണ്ട് നമ്മളെല്ലാം അത് അതിജീവിച്ചു. അത് ആരുടെയും ഒരു വ്യക്തിയുടെയോ ഒരു സംഘടനയുടെയോ എടുക്കല്ല. എല്ലാവരും ഒത്തുചേർന്ന് ഒരുമിച്ച് കൈകോർത്ത് ഇവിടെ അവിനാശ് പറഞ്ഞതുപോലെ പ്രളയം ബാധിച്ചപ്പോൾ അതിനെ എഫക്റ്റ് ചെയ്യാത്ത ആളുകൾ കൂട്ടായി നിന്നുകൊണ്ട് കൈകോർത്ത് പിടിച്ച് എല്ലാ പ്രദേശങ്ങളിലും സഹായം എത്തിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴത്തേക്കും ഓടി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. EGA എനിക്ക് തോന്നുന്നു ടീം റെസ്ക്യൂ ഫോഴ്സ്, നന്മക്കൂട്ടം അടക്കമുള്ള റെസ്ക്യൂ ഗ്രൂപ്പുകൾക്ക് അല്ലേ നമ്മൾ പിന്നെ അവർക്കാവശ്യമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ വിതരണം മുമ്പ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ EGAയുടെ പ്രവർത്തനം അത് എല്ലാ മേഖലയിലും എക്കാലത്തും നമ്മുടെ പ്രദേശത്ത് ലഭിക്കാറുണ്ട്. കൃത്യമായും ഗ്ലോബൽ അസോസിയേഷൻ നമുക്കറിയാം, ഈ വിദേശത്തുള്ള ഗൾഫിലുള്ള ആളുകളാണെങ്കിൽ പോലും യുദ്ധവുമായി ബന്ധപ്പെട്ട് അവരൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്, സാമ്പത്തികമായി വലിയ പ്രയാസത്തിലാണ്. അപ്പോൾ ആ നിലയിൽ നാട്ടിലൊരു പ്രശ്നമുണ്ടായപ്പോഴത്തേക്കും അതെല്ലാം മറന്ന് നമ്മളെ സഹായിക്കാൻ വേണ്ടി കാണിച്ച ഒരു മനസ്സ് വലിയ മനസ്സാണ്. അവരോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇവിടെ പ്രസിഡന്റ് പറഞ്ഞ ഏതാണ്ട് 50-ലധികം വീടുകളിലാണ് വെള്ളം കയറിയത്. അത്യാവശ്യം ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യമുള്ള 3-4 ഉപകരണങ്ങൾ മാത്രമാണ് ഇപ്പോഴും കൊടുക്കാൻ കഴിയുന്നത്. ഇനിയും ആവശ്യക്കാരുണ്ട്. സ്വാഭാവികമായിട്ടും സാമ്പത്തികമായി പ്രയാസം കൂടുതലുള്ള ആളുകളുടെ വീട്ടിലായിരിക്കും കൂടുതലായും വെള്ളം കയറിയത്. അതുകൊണ്ട് തന്നെ ഇനിയും നമുക്കിവിടെ ആവശ്യങ്ങളുണ്ട്. ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈരാറ്റുപേട്ടയിൽ ശരിക്കും 37,40,50,000 രൂപയുടെ ഒരു റിലീഫ് വർക്കാണ് നഗരസഭ പൗരാവലിയും ചേർന്ന് നടത്തിയത്. ഇത് വലിയ വർക്കാണ്. 4 ദിവസവും 3 നേരത്തെ ഭക്ഷണം ഈ 1000-ഓളം ആളുകൾ കൊണ്ട് എത്തിക്കുക. അതിനുശേഷം ഈ പറയപ്പെടുന്ന നഷ്ടം സംഭവിച്ച എല്ലാ വീടുകളിലേക്കും ആവശ്യമായിട്ടുള്ള മുഴുവൻ ഗൃഹോപകരണങ്ങളും എന്ന് വേണ്ട ആ നിലയിൽ എത്തിക്കുന്ന ഒരു മാസമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തി. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയില്ല. ഈരാറ്റുപേട്ട തീക്കോയി ആണെങ്കിലും അതുപോലെ പൂഞ്ഞാർ പഞ്ചായത്തിൻ്റെ അരയത്തന കോളനി അടക്കമുള്ള പ്രദേശമുണ്ട്, തലപ്പലം പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളുണ്ട്. തൊട്ട് സമീപത്തുള്ള പല പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. അവരെയൊക്കെ നമുക്ക് കൂട്ടായി നിന്നുകൊണ്ട് ഇനിയും സഹായിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഒരാഴ്ച കാലമായിട്ട് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോയിട്ടുള്ളത്. തലനാട് പഞ്ചായത്തിലെ കുറച്ച് ആളുകൾ മാത്രം ഇവിടെ പങ്കെടുക്കുന്നുവെങ്കിൽ പോലും എല്ലാവരെയും കോർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾക്ക് അവർക്ക് കൈത്താങ്ങാകാൻ ജനപ്രതിനിധികൾ നിലക്ക് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനം തന്നെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഓരോ വീടിൻ്റെയും അവസ്ഥകളും ഓരോ വീടിൻ്റെയും ഓരോരുത്തരുടെയും സാഹചര്യങ്ങളും മനസ്സിലാക്കി കണ്ടുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ട് രീതിയിലുള്ള പിന്തുണകൾ കൊടുത്തുകൊണ്ട് മാനസികമായി തകർന്നു നിന്ന ആളുകളെ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് നമ്മൾ പ്രചോദനം കൊടുത്തുകൊണ്ട് ഇതൊന്നും അല്ല, ഇതിനെ നമ്മൾ അതിജീവിക്കാൻ ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു അവസരത്തിൽ വരെ നമ്മൾ എത്തി നിൽക്കുന്നത്. എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന ആത്മവിശ്വാസം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. കാരണം ഇനി അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് അവർക്ക് നഷ്ടപ്പെട്ടു പോയ അവരുടെ വീടുകളും അവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇനി അടിയന്തരമായിട്ട് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് തലനാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്ക് അടുത്ത് ഉള്ളത്. സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്നതിന് ഭാഗമായിട്ട് വില്ലേജ് അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി അപേക്ഷകളെല്ലാം കൃത്യമായിട്ട് അവരെ കൊണ്ട് കൊടുപ്പിച്ചുകൊണ്ട് ബാക്കി നടപടികളിലോട്ടാണ് നമ്മൾ ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കിപ്പം അത്യാവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം എല്ലാ വീടുകളിലും തന്നെ ആവശ്യത്തിലധികം നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. തുണികളടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇനി നമുക്ക് അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് അടിസ്ഥാനമായിട്ട് അവർക്ക് പുനരധിവസിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളിലോട്ടാണ് നമ്മൾ ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. ഞാനും ഈ പ്രവാസി കൂട്ടായ്മ ഇങ്ങനെ ഒരു സംഘടിപ്പിച്ചത് എനിക്കും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചില്ലെന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം 23 വർഷക്കാലം പ്രവാസിയായിട്ട് ജോലി ചെയ്ത ആളായിരുന്നു. നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 6 വർഷമായി. വളരെ സന്തോഷം തോന്നുന്നു നിങ്ങൾ ഈ പ്രവർത്തിച്ചതിന്. കാരണം അത് വലിയൊരു ഗുണം തന്നെയാണ്. നമ്മൾ അവിടെ നിന്ന് നാട്ടിൽ അവിടെ എന്തോ പ്രവാസിയായിരുന്നപ്പോൾ ഇതുപോലെ ഒരുപാട് സഹായങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കാര്യങ്ങളല്ല. നിങ്ങളത് വളരെ ഞാൻ ഈ കാര്യത്തിൽ നിങ്ങളെ അനുമോദിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങൾ ഈ കാര്യത്തിൽ ഈ കഴിഞ്ഞ മാസം 31-ാം തീയതി രാത്രി ഉണ്ടായ പ്രളയത്തിന്റെ ഭാഗമായിട്ട് ഈ പ്രദേശങ്ങളിലുണ്ടായ ബുദ്ധിമുട്ടുകളെ പറ്റി ഈരാറ്റുപേട്ട പ്രദേശത്തുള്ള ഇത്തരം സംഘടനകളോടും പ്രവർത്തകരോടും ആദ്യമായി ഞാനാണ് നമ്മുടെ അവിനാശമായി സംസാരിക്കുന്നതും
അതിനുശേഷം അവരുടെ ഭാഗത്തു നിന്ന് വളരെ നല്ല രീതിയിലുള്ള സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. IRWയുടെ ഭാഗത്തു നിന്ന്, മറ്റ് ദക്ഷിണയുടെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായി. ഇന്ന് ഇവരുടെ EGയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു സഹായം നമ്മുടെ പഞ്ചായത്തിലേക്കും തൊട്ടടുത്ത തലനാട് തീക്കോയി പഞ്ചായത്തിലെ ഈ പ്രളയബാധിതർക്കും നൽകുന്നുണ്ട്. അതിലെല്ലാം നമ്മുടെ ഈ രീതിയിൽ ഈരാറ്റുപേട്ടയെ പ്രളയം വളരെ രീതിയിൽ ബാധിച്ചെങ്കിലും അതിനോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിനെയും സമീപ പഞ്ചായത്തുകളെയും വളരെ നല്ല രീതിയിൽ പരിഗണിച്ച ഇത്തരം എല്ലാ സംഘടനകളോടുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ വെള്ളം കയറി എല്ലാ വീടുകളിലും പോയി 3-4 വട്ടം ഓരോ വീടുകളിലൊക്കെയും കയറിയ സന്ദർഭത്തിൽ അവിടെ നിന്നിങ്ങനെ ഓരോ അവസ്ഥകളും കണ്ട് മനസ്സിലാക്കിയതിൻ്റെ പേരിൽ ഓരോ ആളുകൾക്കും എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്തു കൊടുക്കണമെന്ന മനസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഗൾഫിൽ നിന്ന് നമ്മുടെ മഹല്ല് അംഗമായ സഹലിനോട് ഈ കാര്യം സൂചിപ്പിക്കുകയും അവൻ ആ വിഷയത്തിൽ ഗൗരവപരമായി EGയുടെ ഈരാറ്റുപേട്ട ഗ്ലോബൽ അസോസിയേഷൻ്റെ ഭാരവാഹികളെ സൂചിപ്പിക്കുകയും അങ്ങനെ എന്താണ് ആവശ്യമെന്ന് അവർ ചോദിച്ച ചോദ്യമാണ്, എന്താണ് നിങ്ങൾക്ക് ആവശ്യം, അത് ഞങ്ങൾ തരാം എന്നുള്ള ആ ഒരു വർത്തമാനമാണ് അവരൊക്കെയും നമ്മളോട് സംസാരിച്ചപ്പോഴൊക്കെയും പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ ആവശ്യപ്പെട്ടു. എല്ലാ വീട്ടിലും ചെന്ന് നോക്കുമ്പോൾ ബെഡ് ഇങ്ങനെ നനഞ്ഞ് വിടുത്തിയിട്ടിരിക്കുന്നു. അതേപോലെ നമ്മുടെ പരിസരത്തുള്ള ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ പാസ്പോർട്ട് പെട്ടിയിൽ വിരിച്ച് ഒരമ്മ ഇങ്ങനെ പുതച്ചിങ്ങനെ അവശയായിട്ട് കിടക്കുന്ന രംഗം. അങ്ങനെ ഇതെല്ലാം അങ്ങ് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നാൽ ഇനി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ബെഡാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബെഡിന് വേണ്ടി ഇവരോട് പറഞ്ഞതും അവരത് നൽകാമെന്ന് 50 ബെഡ് അവർ നൽകാമെന്ന് ഏറ്റതും. ജാഫർക്ക, അതുപോലെ ഹുസൈൻക്ക, അങ്ങനെ തുടങ്ങി അഭിനാശക്ക, അങ്ങനെ ഉള്ള ഇതിനു വേണ്ടി കോർഡിനേഷൻ ചെയ്ത ആളുകൾ അവരൊക്കെ നല്ല കഷ്ടപ്പെട്ടാണ് ഇതിനൊക്കെയും ഈ രൂപത്തിൽ ഇവിടെ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഇന്നലെ ഹുസൈൻക്ക പ്രത്യേകം പറഞ്ഞു, ആ തന്നവർക്കൊക്കെ വേണ്ടി പുസ്തകം പ്രത്യേകം ദുആയിരിക്കണമെന്ന് പറഞ്ഞു. റഹ്മാനായ റബ്ബേ, ഇതൊക്കെ നൽകിയ ആളുകൾക്ക് അർഹമായ പ്രതിഫലം ഒരു ലോകത്ത് നിന്ന് നൽകി അനുഗ്രഹിക്കണേ. അപ്പോൾ അവരുടെ ജോലിയിലൊക്കെയും എല്ലാവിധ സന്തോഷവും നൽകണം. ഇപ്പൊ